കോൺഗ്രസ് നേതാവ് പവൻ ഖേഡയുടെ ഭാര്യയ്ക്കെതിരെയും ഇരട്ടവോട്ട് ആരോപണവുമായി ബി.ജെ.പി. പവൻ ഖേഡയുടെ ഭാര്യ കെ നീലിമയ്ക്കും ഒന്നിലധികം വോട്ടർ ഐ.ഡികൾ ഉണ്ട് എന്നാണ് ആരോപണം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷണം നടത്തണമെന്നും ബി.ജെ.പി. ആവശ്യപ്പെട്ടു. ഇരട്ട വോട്ടർ ഐ.ഡി ആരോപണത്തിൽ പവൻ ഖേഡയ്ക്ക് ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചിരുന്നു. പി.ആർ. അരവിന്ദ് വിവരങ്ങളുമായി ചേരുന്നു. അരവിന്ദ്, വളരെ സ്വിഫ്റ്റായിട്ട് വളരെ പെട്ടെന്നാണല്ലോ നടപടി. ഖേഡയ്ക്കെതിരെ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് കമ്മീഷൻ. അങ്ങനെയാണ് അജിംസ്. കഴിഞ്ഞ ദിവസമാണ് ബി.ജെ.പി. ഇത്തരമൊരു ആരോപണം, ഇരട്ട വോട്ടർ ഐ.ഡി ഉണ്ടെന്നുള്ള ആരോപണം ഉയർത്തുകയും പിന്നീട് വൈകുന്നേരം തന്നെ പവൻ ഖേഡയ്ക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു. തിങ്കളാഴ്ചയാണ് ഈ നോട്ടീസിൽ മറുപടി നൽകാൻ പവൻ ഖേഡയോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പവൻ ഖേഡയുടെ ഭാര്യയ്ക്കെതിരെയും ആരോപണവുമായി ബി.ജെ.പി. രംഗത്ത് വന്നിരിക്കുന്നത്. ഇത്തരത്തിൽ പവൻ ഖേഡയുടെ ഭാര്യ കെ നീലിമയ്ക്ക് ഒന്നിലധികം വോട്ടർ ഐ.ഡികൾ ഉണ്ടെന്നതാണ് ബി.ജെ.പി. ആരോപിക്കുന്നത്. ഡൽഹിയിലും തെലങ്കാനയിലും നീലിമയ്ക്ക് വോട്ടർ ഐ.ഡികൾ ഉണ്ടെന്ന് ബി.ജെ.പിയുടെ ഐ.ടി സെൽ മേധാവിയായ അമിത് മാളവ്യ എക്സിലൂടെ ചൂണ്ടിക്കാണിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഇതിൽ അന്വേഷണം നടക്കണമെന്നതാണ് ബി.ജെ.പിയുടെ ഒരു ആവശ്യമെന്ന് പറയുന്നത്. എന്തായാലും ഇതിലും നോട്ടീസ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയക്കുമോ എന്നതാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത്. കാരണം നേരത്തെ തന്നെ പവൻ ഖേഡ വ്യക്തമാക്കിയതാണ് 2016-17 കാലഘട്ടത്തിൽ തന്നെ തന്റെ പഴയ വോട്ടർ ഐ.ഡി ഇത്തരത്തിൽ ഒഴിവാക്കി തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷ നൽകിയിരുന്നു. പക്ഷേ കൃത്യമായ ഇടപെടൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നതാണ് പവൻ ഖേഡ ആരോപിക്കുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു വീഴ്ചയ്ക്ക് എങ്ങനെയാണ് പവൻ ഖേഡയ്ക്ക് നോട്ടീസ് അയക്കുക എന്നതാണ് കോൺഗ്രസ് അടക്കം ഉന്നയിക്കുന്നത്. ഇത് ബി.ജെ.പിയുടെ ഗൂഢാലോചനയുടെ ഭാഗമാണ്. കാരണം വോട്ടർ അധികാർ യാത്രയിലൂടെ ബി.ജെ.പി. വലിയ രീതിയിൽ പ്രതിരോധത്തിലായി. ഇതിന്റെ ഭാഗം അല്ലെങ്കിൽ ഇതിനെ മറികടക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ബി.ജെ.പിയുടെ ഭാഗത്ത് നടക്കുന്ന ആരോപണമാണ് ഇപ്പോൾ കോൺഗ്രസ് ഉയർത്തുന്നത്.